പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ വചനവുമായിട്ടല്ല നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. ഇന്നലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചു. അത് വളരെ മനോഹരമാണ്. കാരണം വലിയ പ്രത്യേകതയൊന്നും ചിലപ്പോൾ കേൾക്കുമ്പോൾ തോന്നിയില്ലെങ്കിലും അതിൽ ഒരുപാട് ചിന്തയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മെയ് മാസം 4-ാം തീയതി എൻ്റെ അനുജൻ്റെ മകൻ്റെ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് തൊട്ടു മുമ്പുള്ള, അതായത് ഏപ്രിൽ 30-ാം തീയതി അവർ തങ്ങളുടെ വിവാഹത്തിൻ്റെ സമ്മതം അറിയിക്കുന്ന ശുശ്രൂഷ, അതായത് മനസ്സമ്മത ശുശ്രൂഷ, എൻഗേജ്മെൻ്റ് ഡേ, അത് ഈ വിവാഹം കഴിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും 2 ദേശങ്ങളിൽ നിന്നുള്ളവരാണ്. ഒരാൾ മലബാർ, പെൺകുട്ടി മലബാറിൽ നിന്നും, ഞങ്ങൾ കിഴക്ക് ദേശത്തു നിന്നുമാണ്. അപ്പോൾ ഈ 2 ദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അൽത്താരയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ വിവാഹം ആസ്വദിച്ച, അല്ലെങ്കിൽ ആ ഒരു മനസ്സമ്മത ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിച്ചത് എൻ്റെ പെങ്ങളുടെ മകനായ സനലച്ചനാണ്. അച്ഛൻ ഈ കുട്ടികൾക്ക് കൊടുത്ത ഒരു ഉപദേശം, അല്ലെങ്കിൽ ആ ഹ്രസ്വമായ ആ ശുശ്രൂഷയ്ക്കിടയിൽ അച്ഛൻ നടത്തിയ ഹ്രസ്വമായ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കുടുംബങ്ങളിൽ നിന്നുള്ള, അച്ഛൻ പറഞ്ഞു, ഈ 2 കുട്ടികളും 2 ദേശത്തു നിന്നും, വിദൂരങ്ങളായ, കേരളത്തിലെ 2 വിദൂരങ്ങളായ ദേശത്തു നിന്നുള്ളവരാണ്. 2 കുടുംബങ്ങളിൽ നിന്നുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനകളുടെയും അവർ വളർത്തിയെടുത്ത വിശ്വാസ പരിശീലനത്തിൻ്റെയും പരിണിത ഫലമാണ് നിങ്ങൾ ഇന്ന് ഈ അൽത്താരയുടെ മുമ്പിലായിരിക്കുന്നത്. അതിൽ ഏറെ ചിന്തയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പറഞ്ഞു വെച്ചത്, ഇന്ന് വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിവാഹമില്ലാതെ ജീവിക്കാൻ, ലിവിങ് ടുഗെദർ എന്ന മാരകമായ പാപത്തിൽ ജീവിക്കുന്ന അനേക വ്യക്തികൾ, സ്വർഗ വിവാഹത്തിൻ്റെ പാതയിൽ നടന്നു പോകുന്ന ആ പാപത്തിൽ ജീവിക്കുന്നവർ, അല്ലാതെ ജീവിക്കുന്ന, പാപങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ തങ്ങളുടെ ജീവിതങ്ങളിൽ പേറുന്ന അനേക വ്യക്തികളുടെ നടുവിൽ സാക്ഷികളായി അൽത്താരയുടെ മുമ്പിൽ നിൽക്കുന്ന 2 വ്യക്തികൾ, ഒരു യുവാവും യുവതിയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേക വ്യക്തികളുടെ നടുവിൽ ദൈവിക സംവിധാനങ്ങൾക്ക്, ദൈവസ്നേഹത്തിന്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ജീവിക്കാൻ, ദൈവത്തോടൊപ്പം കരം പിടിച്ച് ജീവിക്കാൻ അനേക വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അതിലുള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരല്പം നീണ്ടുപോകുന്ന വീഡിയോ ആണെങ്കിൽ ക്ഷമിക്കണേ. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാനാണ്. ഇന്നലെ നാം കണ്ടൊരു വചനമില്ലേ, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വചനം. ഇന്ന് പാപങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഫലം ഒരു യുവാവും യുവതിയും അൽത്താരയുടെ മുമ്പിൽ വന്നിരിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ മക്കളും നമ്മുടെ യുവജനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ജീവിക്കുന്ന, പ്രാർത്ഥനയുള്ള മക്കളായി, വ്യക്തികളായി ഞാനും നിങ്ങളും ഒക്കെ മാറണം. We have a life that is given by God, a beautiful, a wonderful life. That life has to be led by the guidance of Him, that's God. ആ ദൈവത്തിൻ്റെ കരം പിടിച്ച്, hold His hand and walk with Him. അവൻ്റെ കരം പിടിച്ച് നമുക്ക് നടക്കാം.
അവൻ്റെ കരം പിടിച്ച് നമുക്ക് നടക്കുമ്പോൾ ആ ജീവിതം വളരെ മനോഹരമായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ ഇടയാവട്ടെ.